വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാനും സിപിഎമ്മിനുമെതിരെ മുസ്ലിം ലീഗ് 4 വോട്ടിനു വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഒരു ജനവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രചാരണമാണ് നടത്തുന്നതെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സർക്കാരിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആത്മവിശ്വാസക്കുറവാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം. മാറി മാറി കാട് കളിച്ച് ഇടതുപക്ഷത്തിന് പ്രയോജനമുണ്ടാകില്ലെന്നും മലയാളിയുടെ മണ്ണിൽ വർഗീയത ചിലവാകില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 4 വോട്ടുകൾക്ക് വേണ്ടി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ളത് ലീഗിന്റെ ലക്ഷ്യമല്ല. മറിച്ച് സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കാനുള്ള ധൈര്യം മുസ്ലിം ലീഗിനുണ്ട്. അതില്ലാത്തവരാണ് അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രംഗം വഷളാക്കാൻ ശ്രമിക്കുന്നത്. ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രചരണം അത് അവരുടെ ആത്മവിശ്വാസക്കുറവ്, ഒരു ഇലക്ഷനെ ഇനി വരാൻ പോകുന്ന ഇലക്ഷനെ നേരിടാനുള്ള ആത്മവിശ്വാസ കുറവാണ് പ്രകടമാക്കുന്നത്. ഗവൺമെന്റ് പറയുന്നു, ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നു, മന്ത്രിമാർ പറയുന്നു, ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ജനം അപ്രീഷിയേറ്റ് ചെയ്യൂല. കേരളത്തിൽ ഈ മാറി മാറി കാർഡ് കളിച്ചിട്ട് എന്താ കാര്യം? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാനാണ് നോക്കിയത്. ന്യൂനപക്ഷ കാർഡ് എന്നിട്ട് വല്ല ഫലം ഉണ്ടായോ? അപ്പോഴും UDF ജയിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ കാർഡ് എടുത്തു, അപ്പോഴും UDF ജയിച്ചു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളമാണ്, മലയാളികളാണ്, കേരളക്കാരാണ്, കേരളീയര്. അവരെ ഈ മണ്ണിൽ ഇത് ചെലവാവൂല. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, സജി ചെറിയാനുള്ള ലീഗിന്റെ മറുപടി എങ്ങനെയാണ്? മന്ത്രി സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം നടത്തിയ വർഗീയ പരാമർശത്തിലാണ് ശക്തമായ ഭാഷയിൽ തന്നെ ലീഗ് നേതൃത്വം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിൽ മറുപടി നൽകിയിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ 1-2 സെന്റൻസിലാണ് മറുപടി പറഞ്ഞെങ്കിലും അത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മറുപടിയാണ്. അതായത് 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്നത് കേരള സമൂഹം തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിക്കും. അത് നല്ല രീതിയിലുള്ള, അതായത് സമൂഹത്തിന്റെ നന്മയിലേക്ക് വേണ്ടുന്നുള്ള ഒരു കാര്യമല്ല ഇത്തരത്തിൽ ഒരു മന്ത്രി ക്യാബിനറ്റിൽ അംഗമായിരിക്കുന്ന ഒരാൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമായിരുന്നു സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ മറുപടി പറഞ്ഞത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷയിൽ, അതായത് ചരിത്രം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മറുപടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണം വെച്ചാലും സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആ പാർട്ടിയോ ഒന്നും അറിയാതെ അതിലുൾപ്പെട്ട ഒരു മന്ത്രി അത് പറയുകയും വീണ്ടും അത് ആവർത്തിക്കുകയും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്യില്ല. അത് കൃത്യമായ ചില ഉദ്ദേശങ്ങൾ കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത ഒരു തിരിച്ചടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലുണ്ടായത്, അതായത് CPM-നുൾപ്പെടെ LDF-നുണ്ടായത്. അതിലാണ്, അതായത് കാർഡുകൾ മാറി മാറി ഇറക്കിക്കൊണ്ടിരുന്നു. അതിൽ നിന്നെല്ലാം തിരിച്ചടി നേരിട്ടു. കേരള സമൂഹം അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്കെതിരെ വോട്ട് ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിലൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയതയാണ് ഇടതുപക്ഷം പറഞ്ഞത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ അത് ഭൂരിപക്ഷ വർഗീയതയിലേക്ക് വരുന്നത്. ഇത് രണ്ടും കൊണ്ട് പ്രയോജനം ഉണ്ടാകാതെ വന്നതോടുകൂടെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി വരിക എന്നുള്ള ഒരു ലക്ഷ്യവുമായി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളതാണ് ലീഗ് നേതൃത്വം. ലീഗ് മറുപടി നൽകിയിരിക്കുകയാണ്.